ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി.ആർ. അനിൽ നമുക്കൊപ്പം ചേരുകയാണ്. കേന്ദ്രത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനം നടത്താൻ പോകുന്നത്. എങ്ങനെയായിരിക്കും പ്രതിഷേധത്തിൻ്റെ രീതി? ആരൊക്കെ പ്രതിഷേധത്തിലേക്ക് എത്തും? എങ്ങനെയാണ് അതിൻ്റെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്? കേരളത്തെ വല്ലാതെ സാമ്പത്തികമായി ഞെരുക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട തുക പോലും കേന്ദ്രം അനുവദിക്കുന്നില്ല. അപ്പോൾ കേരളത്തെ ഈ നിലയിൽ സാമ്പത്തികമായിട്ട് ഞെരുക്കുമ്പോൾ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ അതിൻ്റെ പ്രയാസങ്ങൾ കൂടുതൽ അനുഭവിക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചുവിടുക എന്ന ഒരു കുതന്ത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ശക്തമായി പ്രതിഷേധിക്കേണ്ടത് കേരളത്തിൻ്റെ മുഴുവൻ ജനതയുടെ ആവശ്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതനുസരിച്ച് തന്നെ പ്രതിപക്ഷ എം.എൽ.എമാരും പ്രതിപക്ഷവും പൂർണ്ണമായി സഹകരിക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന അവർ മാനിക്കുമെന്നാണ് ഞങ്ങളെല്ലാം കരുതിയത്. എന്നാൽ അവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. 8-ാം തീയതി കേരളത്തിലെ എല്ലാ എം.എൽ.എമാരും അതുപോലെ എം.പിമാരും മന്ത്രിമാരും ഉൾപ്പെടെ ഈ സമരത്തിൽ അണിചേരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം അതിൽ പങ്കാളിയാകാൻ വേണ്ടിയാണ് ഞാൻ ഡൽഹിയിലെത്തിയത്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് സമരത്തോട് അനുകൂല നിലപാടില്ല. അതേസമയം നാളെ ഇപ്പോൾ കോൺഗ്രസ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം വരികയാണ്. എന്താണ് അത് പറയാം? അതെ, കേരളത്തിലെ കോൺഗ്രസ് നന്നായി ഇത് മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കേന്ദ്രവിരുദ്ധ അല്ലെങ്കിൽ BJP വിരുദ്ധ നിലപാടെടുക്കുന്നതിന് വളരെ പ്രയാസകരമായ ഒരു നിലപാടാണ് കാണുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും BJPക്കാർ പറയുന്നതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് ഒരേ ശബ്ദമായി കാണുന്നത്. എന്നാൽ കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇന്നിപ്പോൾ തെക്കേ ഇന്ത്യയിലെ കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഇതേപോലത്തെ ആവശ്യം ഉയർത്തുകയാണ്. അവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അത്തരം നിലപാടുകളോട് ജനങ്ങളും ജനപ്രതിനിധികളും സഹകരിക്കുമ്പോൾ കേരളത്തിൽ ഈ നിലപാടെടുക്കുന്നത് എന്തെന്ന് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വസിക്കുന്നവരും മനസ്സിലാക്കുമെന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇത് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമാക്കാനാണോ LDFൻ്റെ തീരുമാനം? ഞങ്ങൾ പ്രതിപക്ഷം നോക്കിയിട്ടല്ല, ഇത് കേരളത്തിൻ്റെ പൊതു താല്പര്യം ആണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഈ നിലപാട് തിരുത്തണമെന്ന് കേന്ദ്രത്തോട് പറയാൻ വേണ്ടിയാണ്. ഈ ബജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒരു അതൃപ്തി അറിയിച്ചു എന്ന വാർത്തകളുണ്ട്. അത് പ്രത്യേകിച്ച് വേണ്ട രീതിയിൽ ഭക്ഷ്യവകുപ്പിനോ അല്ലെങ്കിൽ CPI വകുപ്പുകൾക്കോ കൃത്യമായ രീതിയിൽ ഫണ്ട് അനുവദിച്ചില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു അതൃപ്തി അറിയിച്ചിട്ടുണ്ടോ? അല്ല, അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പരസ്യമായി പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പാർട്ടി തലത്തിൽ എന്തെങ്കിലും ഇടപെടൽ? അതൊക്കെ ഓരോ വകുപ്പുകൾ മറ്റ് വകുപ്പിനോടും അല്ലെങ്കിൽ ധനവകുപ്പിനോടും ഒക്കെ പല പല വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതിന് ഞങ്ങൾ സംസാരിച്ചും ചർച്ച ചെയ്തും അതിനൊക്കെ പരിഹാരം കണ്ടെത്തും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടും, എങ്ങനെയാണത്? അല്ല, അത് ആ വിഷയങ്ങളെ സംബന്ധിച്ചേ ഞാൻ പ്രതികരിക്കുന്നില്ല. അത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. മിനിസ്റ്റർ K.N. ബാലഗോപാൽ മിനിസ്റ്റർ കൈ കൊടുക്കാതെ പോയി, അതൊക്കെ ഉണ്ടായത്. അതൊക്കെ ചില സമയത്ത് സ്വാഭാവികമായിട്ടും ചില വാർത്തകളൊക്കെ ഉണ്ടാകുമല്ലോ. അതല്ലാതെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നില്ല. അത് അതിർത്തിയുടെ ഭാഗമായിട്ടാണോ? ഞങ്ങൾ രണ്ടും ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ച് ഇരുന്ന് പഠിച്ചവരല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് തമ്മിൽ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ശത്രുതയോ വിഷയങ്ങളൊന്നുമില്ല. ഈ മാവേലി സ്റ്റോറുകളുടെ കാര്യത്തിലാണെങ്കിൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയെന്നൊരു റിപ്പോർട്ട്. മാവേലി സ്റ്റോറൊന്നും അടച്ചുപൂട്ടാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല. മാവേലി സ്റ്റോർ ഇന്നത്തെ പ്രതിസന്ധി പരിഹരിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അത് യാഥാർത്ഥ്യമാകും വളരെ പെട്ടെന്ന് തന്നെ. ഈ ലാഭകരമല്ലാത്തതിൻ്റെ ഒരു കണക്കെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന്. ഇതുവരെ ഒരു ഷോപ്പും അടച്ചിട്ടില്ല, ഒരു ഷോപ്പിലെ തൊഴിലാളിയും പിരിച്ചുവിട്ടിട്ടില്ല. എന്നാൽ ധനപ്രയാസങ്ങൾ വല്ലാതെ ആ സ്ഥാപനത്തെ അലട്ടുന്നുണ്ട്. അതെന്ത് വേണമെന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് നിലയ്ക്ക് തന്നെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് ചില ക്രമീകരണങ്ങൾ ഭാവിയിൽ വരുത്തേണ്ടി വരും. അത് ഒറ്റയടിക്ക് കട അടച്ചുപൂട്ടലും ക്ലോസ് ചെയ്യലൊന്നും അല്ല അതിന് പരിഹാരം. അത് പരമാവധി വിൽപ്പന വർദ്ധിപ്പിക്കാനും അതിലും രക്ഷപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എന്ത് വേണമെന്ന് പിന്നെ തീരുമാനിക്കും. ഈ ജന്തർ മന്ദിറിലെ പ്രതിഷേധത്തിൽ എത്ര ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇല്ല, അത് MLA-മാരും MP-മാരുമാണല്ലോ പങ്കെടുക്കുന്നത്. പിന്നെ ഈ സമരത്തെ സ്നേഹിക്കുന്ന ആളുകൾ വന്നുകൂടും. അതിന് ഞങ്ങൾക്ക് ഇത്ര ആളെന്ന് കേരളത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നു ഇത്രയാണ്. പക്ഷേ ഇവിടെ കേരളത്തോട് സ്നേഹമുള്ളവരെല്ലാം അതിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.